Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ദിവസത്തെ മാത്രമല്ല, ഞാൻ 2-3 ദിവസത്തെ വീഡിയോസ് ഒക്കെ പാടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. ഇന്റേണൽ എക്സാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ ആവാ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ രാവിലെ ഒരു 7:30ക്കാണ് ഞാൻ പഠിക്കാനിരുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും ലാസ്റ്റ് എക്സാം ഫസ്റ്റ് പഠിക്കും. പിന്നെ ഫസ്റ്റ് എക്സാം ആ എക്സാമിൻ്റെ തലേദിവസം ഓർ 2 ദിവസം മുമ്പ് അങ്ങനെ കേട്ടോ പഠിക്കാറ്. അപ്പോൾ എന്തിനാണ് ലാസ്റ്റ് എക്സാം ഇപ്പോഴേ പഠിക്കണത് മറക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ ഒരു പരിചയം ഉണ്ടാവും. അപ്പോൾ ഒരു എസ്സേ ആണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂറാണ് ഞാൻ ആ ഒരു എസ്സേക്ക് കൊടുത്തിട്ടുള്ളത്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു എസ്സേയിൽ തന്നെ നമുക്ക് കുറേ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു സെക്ഷനാണ് ഞാൻ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ എഴുതുന്നത് കണ്ടിട്ട് എഴുതല്ല, ഞാൻ പഠിച്ചിട്ട് അത് കാണാതെ വന്ന് എഴുതാണ്. ഇടയ്ക്ക് മറക്കുമ്പോൾ ചെറുതായിട്ട് ബാക്കിലൊക്കെ നോക്കുന്നുണ്ട്. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സമയം കുറേ പോകും. പക്ഷേ എഴുതി പഠിച്ചാൽ കുറച്ചും കൂടി എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറച്ചും കൂടി ഓർമ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി പഠിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇത്ര എഴുതി പഠിച്ചു എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് മറക്കും. ബട്ട് ഞാനിനി എക്സാമിൻ്റെ തലേദിവസം കുറച്ച് മുമ്പ് ജസ്റ്റ് വായിച്ചു നോക്കിയാലും എനിക്കതൊരു പരിചയം, എവിടെയോ കണ്ടുവെച്ച പരിചയം ഉണ്ടാവില്ല, ആ ഒരു പരിചയം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് പഠിക്കുന്ന ടൈമിൽ എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തെറ്റിയിരിക്കുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്, എഴുതാൻ വരികയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ പഠിക്കുമ്പോൾ അപ്പുറത്ത് അവൾ ഇരുന്ന് റെക്കോർഡ് എഴുതുന്നുണ്ട്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും മൂടുണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് പിന്നെ കുറേ നാട്ടുവിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ടാവും. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ആ ഒരു ദിവസം ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറത്തു പോലായി, കടയിൽ പോലായി, തിന്നാൻ വാങ്ങലായി. അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞു. എനിക്കാണെങ്കിൽ രാവിലെ മാത്രമേ ഉള്ളൂ എൻ്റെ ബ്രെയിൻ വർക്ക് ആവുള്ളൂ. രാവിലെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ എനിക്ക് തലയിൽ കയറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ 4 മണി 5 മണി 6 മണി ആ ഒരു ടൈമിൽ ചിലപ്പോൾ ഇരുന്ന് തോന്നുകയാണെങ്കിൽ ഇരുന്ന് പഠിക്കും. അല്ലാന്നുണ്ടെങ്കിലും പഠിക്കാറില്ല. എനിക്ക് രാവിലെ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളൂ. രാത്രി ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ 2ാമത്തെ ദിവസം രാവിലെയാണ് ഞാൻ ഈ പഠിക്കാനിരുന്നിട്ടുള്ളത്. ഇന്നലെ എടുത്ത സബ്ജക്റ്റ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള കുറേ കഥകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് എനിക്ക് പഠിക്കാനുള്ളത്. ഇന്നലെ ഞാൻ പഠിച്ചത് ജേർണലിസം, മീഡിയ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സ്റ്റഡീസ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ദിവസം ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നും വീഡിയോ എടുക്കണമെന്ന്, ഇടയ്ക്ക് തോന്നും വേണ്ടാന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് 2-3 ദിവസത്തെ വീഡിയോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ പഠിക്കൽ കഴിഞ്ഞ് നമ്മൾ ഇടയിൽ ഒരു റെസ്റ്റ് കൊടുക്കുമല്ലോ. ആ റെസ്റ്റ് ടൈമിൽ ഞാൻ ഒരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ജേർണൽ ചെയ്യാൻ നിന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഫെബ്രുവരിൻ്റെ ഒരു കവർ പേജ് ഐഡിയ ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെ അത് ചെയ്തത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മിനിമലായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയ കവർ പേജാണ് ഇത്. ഞാൻ ഷോർട്സിന് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് മൂടില്ലാണ്ടായി. അപ്പം ഞാനിത് വെറുതെ ചെയ്യല്ലേ എന്ന് വിചാരിച്ച് ലോങ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് നല്ല മൂഡ് സ്വിങ്സ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പകുതി ചെയ്ത് വെക്കും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുക്കും, ഞാനത് അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ അപ്പം തന്നെ ആ ഒരു സംഭവം മടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ നോക്കും, അപ്പം അതും മടുക്കും, അവിടെ അത് പകുതിയിലിട്ട് നിർത്തിയിട്ട് പോകും. അങ്ങനെ കുറേ ഐഡിയാസ് ഞാൻ പകുതിയിലിട്ട് നിർത്തി പോകുന്നുണ്ട്. എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ 5-6 വട്ടം എഡിറ്റ് ചെയ്യാനിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് വേണ്ട, ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കളയും. ഇതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്താലേ ഇത് പോസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കുറേ നേരം ഇത് എഡിറ്റ് ചെയ്യാനിരിക്കുന്നു. പിന്നെയും ഞാനിത് എനിക്ക് വയ്യിടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഫെബ്രുവരി ജേർണൽ കവർ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കമൻറ്റിൽ പറ. പിന്നെ ഞാൻ കുറേ പ്രകൃതി രമണീയിലെ ആസ്വദിക്കാൻ വേണ്ടി കുറേ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രൊഡക്റ്റീവ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതന്നെ എൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ കണ്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നാണെങ്കിൽ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ നമ്മൾ കരിക്കിടൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഉമ്മ കരിക്ക് വെട്ടിത്തരാണ്. അത് കുടിച്ചിട്ട് സുഖമായിട്ട് പോയിരിക്കാം. പിന്നെ എൻ്റെ ഡേയിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എൻ്റെ ബേബീൻ്റെ കൂടെ, എൻ്റെ ബേബിയല്ല താത്താൻ്റെ കുട്ടിയുടെ കൂടെ ആയിരിക്കും ടൈം ചിലവഴിക്കാറുള്ളത്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് പോയി കിടന്നുറങ്ങി. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.